അപ്പോൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പല വഴികളുണ്ട്, പല ചെക്ക് പോസ്റ്റുകളുണ്ട്, പല ഇടനാഴികളുണ്ട്. യാത്രയിൽ നമ്മൾ കണ്ടു, വയനാട് ബോർഡറിൽ നിന്നൊക്കെ കാട് വഴി കയറുന്നൊക്കെ നമ്മൾ കണ്ടു. അതെ, അതിലൊരു പ്രധാന ഇടനാഴിയാണ് കണ്ണൂർ മാക്കൂട്ടം ചുരം പാത. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ഈ വർഷം ഇതുവരെ പിടികൂടിയ കേസുകളുടെ കണക്ക് അത് സാധൂകരിക്കുന്നതാണ്. ലഹരിക്കടത്തിനായി പുതിയ മാർഗങ്ങൾ തേടുന്ന സംഘങ്ങളെ പിടികൂടാൻ ഇത്തരം ചെക്ക് പോസ്റ്റുകളിൽ ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി. കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ രാസലഹരി ഒഴുകുന്നത് ബംഗളൂരുവിൽ നിന്നാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും NDPS കേസ് റെക്കോർഡ് അത് വ്യക്തമാക്കുന്നു. കർണാടകയിൽ നിന്ന് മാക്കൂട്ടം ചുരം പാത വഴി കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കടന്നാൽ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലെത്താം. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലെ വടക്കൻ ജില്ലകളിലേക്ക് ലഹരിക്കടത്തിനായി സംഘങ്ങൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണിത്. ബംഗളൂരുവിൽ നിന്ന് കടത്തി വരുമ്പോൾ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസും എക്സൈസും കഴിഞ്ഞ 8 മാസത്തിനിടെ പിടികൂടിയ ലഹരി മരുന്നിന്റെ കണക്കുകൾ പരിശോധിക്കാം. കഴിഞ്ഞ 8 മാസത്തിനിടെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പോലീസ് പിടികൂടിയത് 282 ഗ്രാം MDMA ആണ്. 301 ഗ്രാം ആഷിഷ് ഓയിലും പിടികൂടി. 26 പേർ അറസ്റ്റിലായി. എക്സൈസ് രജിസ്റ്റർ ചെയ്തത് 40 രാസലഹരി കേസുകൾ. 42 പേരെ എക്സൈസും അറസ്റ്റ് ചെയ്തു. ലഹരി വിപത്തിനെതിരെ സമീപകാലത്ത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ എക്സൈസിൻ്റെയും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട്. കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിലും സമാനമായി സമീപകാലത്ത് ശക്തമായ പരിശോധനകൾ നടക്കുന്നുണ്ടെന്നാണ് പോലീസും എക്സൈസും പറയുന്നത്. സംശയമുള്ള വണ്ടികളാണെങ്കിൽ തീർച്ചയായും എല്ലാ ഭാഗവും മൊത്തമായിട്ട് അഴിച്ച് നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് വിടാറുള്ളൂ. പലപ്പോഴും വണ്ടിയുടെ ഉള്ളിൽ തന്നെയാണ് കിട്ടാറ്. അതായത് ഇപ്പം ഈ ഡോറിൻ്റെ മേലെ ചെറിയൊരു ഭാഗമുണ്ട്, ഇടുങ്ങിയ ഭാഗം, അവിടെ അങ്ങനെ പല സ്ഥലത്തും കിട്ടാറുണ്ട്. അതെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളതിനെക്കാട്ടും നല്ല രീതിയിൽ ഒരു പരിശോധന നടത്തുന്നതുകൊണ്ട് മാക്സിമം കേസ് നമുക്ക് കണ്ടെത്താൻ കഴിയാറുണ്ട്. കൃത്യമായ രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് മിക്കവാറും കേസുകളും പിടിക്കപ്പെടാറ്. റൊട്ടീൻ പരിശോധനയിൽ ലഹരിക്കടത്തു സംഘങ്ങളെ പിടികൂടണമെങ്കിൽ ആധുനിക പരിശോധനാ സംവിധാനങ്ങൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് ലഹരി മരുന്ന് കടത്തുന്നതിനായി സംഘങ്ങൾ പലവിധ തന്ത്രങ്ങളാണ് ഉപയോഗിക്കാറ്. വാഹനങ്ങളുടെ യന്ത്രഭാഗങ്ങളിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത രീതിയിൽ ഒളിപ്പിച്ചു കടത്തുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പരിശോധിക്കണമെങ്കിൽ ഹൈ ഡെഫിനിഷൻ ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇത്തരം ചെക്ക് പോസ്റ്റിൽ ഒരുക്കേണ്ടതുണ്ട്. കണ്ണൂർ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. യാത്രക്കിടയിലുണ്ടല്ലോ കൃഷ്ണ, നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. ഈ വനത്തിൻ്റെ അകത്തൂടെയൊക്കെ 7-8 മൂടുവഴികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കയറി പറ്റാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ പാടാണ്. അതല്ല, നമ്മൾ ഇപ്പോഴും അതിന് എന്തെങ്കിലും തീരുമാനമായിരുന്നല്ലോ. നമ്മൾ വയനാട് ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ രാവിലെ 7 മണിക്ക് അവിടെ കയറിയുന്ന മഴയായാലും മഞ്ഞായാലും ഇതെല്ലാം കൊണ്ട് അവിടെ നിൽക്കേണ്ട ജോലിയാവും. കയറി നിൽക്കാൻ ഒരു സ്ഥലമില്ല. അപ്പോൾ രാത്രി 7 മണി 8 മണി വരെയൊക്കെ ഇത് അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. നമ്മൾ വേണമെങ്കിൽ ഒരു ചെറിയൊരു കെട്ടിടം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. സർക്കാർ അനുവദിച്ച സർക്കാർ ഭൂമിയല്ലേ ഇത്. ഇതുവരെ ആരും റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ബാവലി പള്ളിക്ക് അടുത്താണ് നമ്മൾ ഓർക്കുന്നു. ബാവലി പള്ളിക്കടുത്ത് ആണ് ഈ സംഭവം. ഈ ചെക്ക് പോസ്റ്റുള്ള മൈസൂരിൽ നിന്ന് ഇത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ കടത്തിക്കൊണ്ട് വരാൻ വളരെ എളുപ്പമുള്ള സ്ഥലമാണതെന്ന് നമുക്ക് മനസ്സിലായി. ചെറിയൊരു കുഞ്ഞു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കയറിയ കൈവിട്ടു പോയി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.